കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 50 അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ഗായകർ അവിടുത്തെ ശ്രുതി മധുരമായി സ്തുതിച്ചു പാടി. കർത്താവിൻ്റെ ആരാധനാക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ശിമെയോൻ ഇറങ്ങി വന്നു. ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. നമ്മളുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹിതരെ, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മക്കളെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ഈ വചനത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി കർത്താവിൻ്റെ മഹത്വമേറിയ കൃപയോടുകൂടി ഈ വചനം സമർപ്പിക്കുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ കർത്താവ് സംസാരിക്കുന്നത് പ്രവാചകന്മാർ മുഖേനയാണ്. പ്രവാചകൻ സംസാരിക്കുമ്പോൾ അത് കർത്താവ് മുൻകൂട്ടി അവർക്ക് കൊടുക്കുന്ന ധാരാളം വരങ്ങളും വരദാനങ്ങളുമാണ്. അപ്പം പ്രവാചകന്മാരോട് കർത്താവ് സംസാരിക്കും, പ്രവാചകന്മാർ ജനത്തിന് അത് വിളംബരം ചെയ്യും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മുൻപിൽ അന്ന് ജനങ്ങൾ സത്യസന്ധതയോട് വ്യാപരിച്ചിരുന്ന കാലഘട്ടം. ഹല്ലേലൂയ. ഇന്നത്തെ ജനമല്ല, അന്നത്തെ ജനം. അന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഓരോ വർഷമൊക്കെ കാത്തെടുത്ത ആരാധനയ്ക്ക് പോകുന്നു. വർഷങ്ങൾ തോറുമാണ് ആരാധന നടത്തുന്നത്. അവരുടെ വീടുകളിൽ അവർ ആരാധിക്കുമെങ്കിലും പൊതു ആരാധന വർഷങ്ങൾ തോറുമാണ്. അതുകൊണ്ട് അന്ന് ഒരുപാട് പാപങ്ങളില്ല. ഇന്ന് ഡെയിലി മാസാണ്. ഡെയിലി പോയി നാക്ക് നീട്ടുന്ന നമ്മളുടെ അമ്മച്ചിമാർ, സഹോദരങ്ങളെല്ലാം ഡെയിലി ദിവ്യബലിക്ക് പോയി യേശുവിൻ്റെ അപ്പവും ശരീരവും രക്തവും എല്ലാം എടുക്കുന്നവരാണ്. അപ്പം അതെടുത്തിട്ട് വന്ന് ചെയ്യുന്ന വികൃത എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യണം, എന്നിട്ട് മാത്രമേ ഇത് സ്വീകരിക്കാവുള്ളൂ. അപ്പം ശരിക്കും യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇത് സ്വീകരിക്കാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് കൊടുത്തിരിക്കുന്ന കൽപ്പന പ്രകാരമാണ് പുരോഹിതന്മാർ അർപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധിയും വിശുദ്ധിയും എല്ലാവർക്കും വേണ്ടതാണ്. ഒരാളിനും രണ്ടാളിനുമല്ല, എല്ലാവർക്കും വേണ്ടതാണ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവജനത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളെയും ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന മക്കളെയും അതോടൊപ്പം ജീവിക്കുന്ന മക്കളെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ, ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം കൊണ്ട് ഓരോ കുടുംബത്തെയും പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ആവശ്യങ്ങളെല്ലാം അപ്പൻ നടത്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് മുഖേന ഓരോ കുടുംബത്തിനും ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.